പ്രവാസിയും ഒരു വൻമരമാണ്. വൻമരച്ചില്ലയിൽ കൂടുകൂട്ടുന്ന പക്ഷികളെ പോലെ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും നാട്ടുകാരുമായി എത്രയോ പേർ ഇവർക്കിടയിൽ കൂടുകൂട്ടുന്നു. അതെ, പ്രവാസികൾ കാരുണ്യത്തിന്റെ വൻമരമായി വളർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രവാസ ലോകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശമ്പള കുടിശ്ശിക ചോദിച്ചതിനെ തുടർന്ന് ഹുറൂബിലാക്കിയ തലശ്ശേരി കതിരൂർ സ്വദേശി ശ്രീജിത്തിനെ കോടതി തുണച്ചു. ഹുറൂബ് നീക്കം ചെയ്ത് കുടിശ്ശിക ശമ്പളവും നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റും നൽകാൻ കോടതി വിധിയായി. സ്പോൺസറിന്റെ കീഴിലുള്ള ഹോട്ടലിൽ ജീവനക്കാരനായിരുന്ന ശ്രീജിത്തിന് 8 മാസമായി ശമ്പളം ലഭിച്ചിരുന്നില്ല. അന്വേഷണത്തിൽ തന്നെ ഹുറൂബിലാക്കിയ വിവരം അറിഞ്ഞ ശ്രീജിത്ത് ഖസീം പ്രവാസി സംഘം പ്രവർത്തകരുടെ സഹായത്തോടെ കോടതിയെ സമീപിക്കുകയായിരുന്നു. മാസങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ശ്രീജിത്ത് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കോടതിയിൽ ശ്രീജിത്തിനൊപ്പം ഹാജരായ ഖസീം പ്രവാസി സംഘം ജീവകാരുണ്യ വിഭാഗം കൺവീനർ മുജീബ് കുറ്റിച്ചിറ ശ്രീജിത്തിന്റെ സ്പോൺസറിൽ നിന്നും ടിക്കറ്റും പാസ്പോർട്ടും ഏറ്റുവാങ്ങി. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി എറണാകുളം അമൃത ആശുപത്രിയിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി രഹനയുടെ ചികിത്സാ ഫണ്ടിലേക്ക് അൽ ഹസയിലെ നവയുഗം സാംസ്കാരിക വേദി പ്രവർത്തകർ സ്വരൂപിച്ച സഹായധനം കൈമാറി. നവയുഗം അൽ ഹസ മേഖലാ പ്രസിഡന്റ് രാജീവ് ചവറയും ജീവകാരുണ്യ വിഭാഗം കൺവീനർ അബ്ദുൾ ലത്തീഫ് മൈനാഗപ്പള്ളിയും ചേർന്ന് അമൃത ആശുപത്രിയിൽ വെച്ച് രഹനയുടെ മാതാപിതാക്കൾക്കാണ് തുക കൈമാറിയത്. പ്രവാസ ലോകവും മാസ് ഷാർജയും ചേർന്ന് ഷാർജയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 1 രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെയായിരിക്കും ക്യാമ്പ്. ആധുനിക സംവിധാനങ്ങളോടെ പ്രാഥമിക രോഗനിർണയവും പ്രതിവിധിയും ക്യാമ്പിലെ പ്രഗത്ഭ ഡോക്ടർമാർ നിർദ്ദേശിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രവാസി വകുപ്പ് ഏർപ്പെടുത്തിയ മഹാത്മാഗാന്ധി സുരക്ഷാ യോജന, തിരുവനന്തപുരം RCCയുടെ ക്യാൻസർ കെയർ ഫോർ ലൈഫ്, കേരള ഗവൺമെന്റിന്റെ നോർക്ക പെൻഷൻ പദ്ധതി എന്നിവയിൽ ക്യാമ്പ് സന്ദർശിക്കുന്നവർക്ക് ചേരാനുള്ള അവസരമുണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് മാസ് ഷാർജയുടെ സെക്രട്ടറി രാജേഷ് നെട്ടൂർ 009715 5049 1089 എന്ന നമ്പറിലോ പ്രസിഡന്റ് അനിൽ അമ്പാട്ട് 009715 5068 4952 എന്ന നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ്. 2014 ഡിസംബറിൽ മലേഷ്യയിലേക്ക് ബേബി സിറ്ററായിട്ട് പോയ എറണാകുളം അയ്യമ്പള്ളി സ്വദേശി രാജിക്ക് ലഭിച്ചത് വീട്ടുജോലിയാണ്. 62 വയസ്സുള്ള രാജി ചതിക്കപ്പെടുകയായിരുന്നെന്ന് ഭർത്താവ് ശിവദാസൻ സാക്ഷ്യപ്പെടുത്തുന്നു. 30,000 രൂപയോളം വിസയ്ക്ക് ചെലവാക്കിയാണ് രാജി മലേഷ്യയിലേക്ക് പോയത്. രാജിയെ തിരികെ എത്തിക്കണമെന്ന ആവശ്യവുമായാണ് ഇദ്ദേഹം പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. രാജിയെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. രാജി എത്ര വർഷമായി പോയിട്ട്? ഇന്ന് 10 ദിവസം കൂടി ആയാൽ 3 മാസം സാറേ. 10 ദിവസം കൂടി ആയാൽ 3 മാസം ആയിട്ടുള്ളൂ. ഡിസംബറിലാണ്, കഴിഞ്ഞ വർഷം ഡിസംബറിലാണ്. ആരാ കൊണ്ടുപോയത്? ഡിസംബറിൽ ഒരു 3 ഇടനിലക്കാരുണ്ടായിരുന്നു, അവർ വഴിയാണ്. അവർ 2 ഇപ്പോഴും അവിടെ മലേഷ്യയിലാണ്. ഒരാൾ പറവൂരുണ്ട്. എന്താ പേര്? അവരുടെ പേര് സിന്ധു എന്നാണ്. സിന്ധു, അഭി, ധനുഷ് അല്ലേ? 3 പേര്. ഈ 3 പേരാണ് കൊണ്ടുപോയത്. ഈ 62 വയസ്സുള്ള ആളെയാണ് കൊണ്ടുപോയത്. എന്ത് ജോലിക്കാണെന്ന് പറഞ്ഞു കൊണ്ടുപോയത്? അവർ കുട്ടികളെ നോക്കാൻ. എന്നിട്ട് അവിടെ ചെന്നപ്പോ കുട്ടികളൊന്നുമില്ല. ഇപ്പൊ കുട്ടികളെ നോക്കുന്നുണ്ട്, 4 കുട്ടികളെ നോക്കണം. ഇപ്പൊ അടുക്കള പണിയുണ്ട്. ബാക്കി ശമ്പളം കിട്ടണ്ട. ശമ്പളം ഇതുവരെ കിട്ടിയേക്കണ 10,000 രൂപയാണ്. 3 മാസമായിട്ട്. എത്ര രൂപയാ പറഞ്ഞിരുന്നത്? 30,000 മാസം. അവരോട് തിരിച്ചു കൊണ്ടുവരാൻ പറയുമ്പോ എന്താ പറയുന്നത്? തിരിച്ചു കൊണ്ടുവരാൻ പറയുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ഇടനിലക്കാർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, അത് തന്നിട്ട് പോയിക്കൊള്ളാൻ. നിങ്ങൾ വേറെ ആർക്കും സമീപിച്ചോ? ഞാൻ പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ എന്ത് പറഞ്ഞു? പോലീസ് കമ്മീഷണർ CIക്ക് റെഫർ ചെയ്തു. പറവൂർ CIക്ക് റെഫർ ചെയ്തു. അവരൊക്കെ വിളിച്ചിട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സിന്ധു എന്ന് പറഞ്ഞൊരു ഏജന്റ് ഉണ്ട്, അവരെ വിളിച്ച് അവരുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ആ സ്ത്രീയെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ സത്വര നടപടി നടത്തണമെന്ന് പറഞ്ഞു. അവരൊരു ഉഴപ്പ് രീതിയാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് രക്ഷയില്ലാന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. ആ രീതിയിൽ ഞാൻ ആദ്യം ഒരു വാസ്തുവിലെ എൻ്റെ അനുവാദം കൂടാതെ അവർ പോയത്, വൈഫ് പോയത്. പോണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയാം കുറേയൊക്കെ പത്രമൊക്കെ വായിക്കുന്നതാണല്ലോ സാറ്. ഞാൻ എക്സ് സർവീസ് മാൻ. അപ്പോൾ ഐ നോ ദ ജനറൽ ഐഡിയ ഓഫ് ദിസ് ജോബ്.
അപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവരത് അനുസരിക്കാൻ കൂട്ടാക്കില്ല. എന്നോട് തല്ലു പിടിച്ച് കുറേ പൈസ വാങ്ങി കൊടുക്കാനായിട്ട് 30,000 രൂപ ഉണ്ടാക്കാനായിട്ട്. എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിട്ട് പോയത്? സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഒരു റവന്യൂ റിക്കവറിയൊക്കെ ഉണ്ട്. ഞാൻ പെൻഷൻ ഇല്ലാത്തൊരു പട്ടാളക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്താനാണ് അവർ പോയത്. അതിൻ്റെ പിന്നിലൊരു നല്ല വികാരമുണ്ട്. പക്ഷേ പോകണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ എന്തോ മക്കളില്ലേ? ഒരു മോനുണ്ട്, ജോലിയില്ല, ജോലിയായിട്ടില്ല. എത്ര വയസ്സായി? അവന് വയസ്സ് ഫുള്ളായി. അവന് ഗൾഫിൽ ജോലി ഉണ്ടായിരുന്നു, അത് റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ വന്നിട്ട് പഠിക്കുകയാണ് കമ്പ്യൂട്ടർ. ആദ്യം ഞാൻ ഇവരെ കെയർ ചെയ്തില്ല. ഇപ്പോൾ അവർ പറഞ്ഞ എന്നോട് ഞാനോട് മരിച്ചു പോകും കേട്ടോ, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. മലേഷ്യയിലെ പ്രവാസ ലോകം പ്രവർത്തകരോടാണ്. രാജി കുറച്ച് പ്രായമായുള്ള സ്ത്രീയാണ്. വീട്ടിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ചില ആളുകൾ പറഞ്ഞപ്പോൾ ആ കടം വീട്ടാലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജോലി പറഞ്ഞ ജോലിയല്ല, കണ്ടമാനം ജോലി ചെയ്യണം. ഇപ്പോൾ 3 മാസമായിട്ട് 10,000 രൂപ കിട്ടിയുള്ളൂ. ഇവിടെ വെറുതെ നടന്നാൽ കിട്ടും 10,000 രൂപ. അപ്പോൾ ഈ വക പരിപാടിക്ക് വേണ്ടി നമ്മളെ മലയാളികളെ എന്തിനാണ് നിങ്ങൾ ഈ ആളുകൾ ബുദ്ധിമുട്ടിക്കുന്നത്? പാവം അവരിവിടെ നല്ല നിലയിൽ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞു പൊക്കോളൂ. ആ സാധു സ്ത്രീയെ നിങ്ങളുടെ ഒക്കെ പറഞ്ഞ വിശ്വാസത്തിലാണ്. അതിൻ്റെ ഭർത്താവ് പറഞ്ഞു പോകണ്ട. നിങ്ങളിപ്പോൾ എന്താ ചെയ്തത്? അവരെ കൊണ്ടുപോയി അവരെ നിങ്ങൾ ചതിയിൽ പെടുത്തിയ പോലെ എനിക്ക് തോന്നണം. കഴിയുന്നതും വേഗം അവർ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ചെയ്യുക. എംബസിയിൽ നിങ്ങൾ കത്തയക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കത്തയച്ചോളൂ. പിന്നെ എൻ്റെ ഭാര്യ അവിടെ ഉണ്ട്, ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എംബസിക്ക് ഒരു കത്തയച്ചോളൂ, മലേഷ്യൻ എംബസിഡർ. അതുമാത്രമല്ല, പ്രവാസ ലോകം പ്രവർത്തകർ രാജിയെ ചെന്ന് കണ്ട് അവരെ നാട്ടിലേക്ക് അയക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. എനിക്ക് ഈ കൊണ്ടുപോയ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ചിലപ്പോൾ നന്മ ഉദ്ദേശിച്ചിട്ടായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക ഇവർ രക്ഷപ്പെട്ടതെന്ന്. പക്ഷേ അവർക്ക് ഇപ്പോൾ അത് ദുരിതമായിരിക്കുകയാണ്. അതുകൊണ്ട് കഴിയുന്നതും വേഗം അവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യണം. എന്തിനാ വെറുതെ ഇങ്ങനെ മീഡിയയുടെ മുമ്പിലൊക്കെ വന്ന് നിങ്ങൾ നാണം കെടാൻ നിൽക്കുന്നത്? ഇത്തരത്തിലുള്ള ജോലിക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണ്ടേ കൊണ്ടുപോകാൻ. നിങ്ങൾ ചിലപ്പോൾ ന്യായമായിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ട കർമ്മം എന്താണെന്ന് വെച്ചാൽ അവരെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ്, മലേഷ്യയിൽ നിന്ന്. അത് കഴിയുന്നതും വേഗം നിങ്ങൾ ചെയ്യണം. ആ പ്രവൃത്തി നിങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും കേട്ടോ. ആരെങ്കിലുമൊക്കെ കൊണ്ടുവരും. 17 വർഷങ്ങൾക്ക് മുൻപ് ബഹ്റൈനിലേക്ക് ആശാരിപ്പണിക്കായി പോയ കാട്ടാക്കട സ്വദേശി ഗോപകുമാർ അവിവാഹിതനാണ്. ഒരിക്കൽ പോലും ഇദ്ദേഹം നാട്ടിലേക്ക് വന്നിട്ടില്ല. 5 വർഷങ്ങൾക്ക് മുൻപ് ഗോപകുമാറിന്റെ അച്ഛനും 3 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ അമ്മയും മരിച്ചു. ഇന്ന് ഗോപകുമാറിനെ അന്വേഷിക്കാൻ ആകെ ബാക്കിയുള്ളത് അദ്ദേഹത്തിന്റെ അമ്മാവനും സുഹൃത്തായ രാജനുമാണ്. ഗോപകുമാറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ മനുഷ്യസ്നേഹികൾ ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. ഞങ്ങളും കാത്തിരിക്കുകയാണ് ഗോപകുമാറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നതിനായി. ഗോപകുമാർ ഒരു വിവരവും പോയതിനു ശേഷം ഉണ്ടായിരുന്നു, വിവരമൊക്കെ ഉണ്ടായിരുന്നു. ഈ അടുത്ത 1 വർഷത്തേക്ക് മുമ്പ് വരെ ഞങ്ങളായിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അമ്മ മരിച്ചപ്പോഴും വിളിച്ചിരുന്നു, അച്ഛൻ മരിച്ചപ്പോഴും വിളിക്കുമായിരുന്നു. അതുവരെ കാശ് എന്താണെന്ന് അറിയില്ല. അതാണ് ഞങ്ങളുടെ മെയിൻ പ്രശ്നം. എത്ര പ്രായം ഉണ്ടാവും? ഇപ്പോൾ ഒരു 39-40 വയസ്സുണ്ടാവും. എത്ര വയസ്സിൽ പോയതാ? 22-23 വയസ്സിലൊക്കെ പോയതാണ്. എന്തോ കുഴപ്പമുണ്ടല്ലോ ആൾക്ക്. എന്താണെന്ന് അറിയില്ല. അവിടുന്ന് വരുന്നവരോടൊക്കെ ഞങ്ങൾ അന്വേഷിക്കാറുണ്ട് എന്താ കാര്യം. അവരൊക്കെ പല ഇതിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും വ്യക്തമായിട്ടുള്ള ഒരു അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. ഞങ്ങൾക്ക് അതിന്റെ വ്യക്തമായിട്ടൊന്നും അറിയില്ല. എന്നൊക്കെയാണ് ഇവിടെ വരുന്നവർ. അങ്ങനെ ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. അവിടെ പറയുന്നത് എന്താ കേൾക്കട്ടെ. പറയുന്നത് ഫാമിലി ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ എന്നാലും ഇവിടെ വന്നാലും ഒരു കുഴപ്പമില്ല. ഇവിടെ ആരും ചോദിക്കാനൊന്നും ആരുമില്ല. വീടൊക്കെ ഉണ്ട് അയാൾക്ക്? വീടുണ്ട്, ചെറിയൊരു വീടുണ്ട്. പിന്നെ സഹോദരങ്ങളാരും ഇല്ല, ഇയാൾ മാത്രമേ ഉള്ളൂ. അമ്മയൊക്കെ മരിക്കാൻ സമയത്ത് ഒത്തിരി കാണാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഒരുപാട് പ്രതീക്ഷയായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ട് വന്നില്ല. അല്ല, ഞങ്ങൾ മരിക്കുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും വിളിച്ചിരുന്നു. അപ്പോൾ വരാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരാഴ്ചയൊക്കെ വേണമെങ്കിൽ ഇവിടെ സൂക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും പുള്ളി കേട്ടില്ല. എന്താ വരാത്തതെന്നാണ് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു പ്രശ്നമില്ല. അമ്മ മാത്രമേ, അമ്മയും അച്ഛനേ ഉള്ളൂ, വേറെ ആരുമില്ല. പിന്നെ അമ്മാവനൊക്കെയാണ്, അവരൊക്കെയാണ് കൂടുതൽ. പൊതുവെ അങ്ങനെയുള്ള ഒരാളായിരുന്നു. ശാന്തനായിരുന്നു, നല്ല സ്നേഹമായിരുന്നു എല്ലാവരുമായിട്ട്. ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ സ്നേഹമായിരുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾ അന്വേഷിച്ചു വരുന്നത്.
അല്ല, ഞങ്ങൾ പിന്നെ അമ്മ മരിച്ചപ്പോൾ വരുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തെ സാഹചര്യം കൊണ്ട് വീണ്ടും കുറച്ചുകൂടെ കഴിഞ്ഞിട്ടെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പോഴാണ് ഞങ്ങളെ അടുത്ത് നിങ്ങൾ മുമ്പ് വരാഞ്ഞ്, ഞങ്ങൾക്ക് പറയുന്നതിലൊക്കെ നല്ല ഇതുള്ളായിരുന്നല്ലേ. അല്ല, ഇതിപ്പോ ഇവരൊക്കെ അച്ഛൻ മരിച്ചപ്പോൾ പറഞ്ഞു, അമ്മ പറഞ്ഞു വരട്ടെ വരുമെന്ന് പറഞ്ഞിരുന്നു. അമ്മയും മരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അമ്മാവന്മാരൊക്കെ പറയുന്നു വരുമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനൊരു തീരുമാനമാകുന്നില്ല. വരാത്ത കാരണമായിട്ട് പറയുന്നുമില്ല. അമ്മാവന്മാർക്ക് വല്ല വിവരം ഉണ്ടോ? എന്താ വല്ല വിവരം ഉണ്ടോ വരാത്ത എന്താണെന്ന്? അമ്മ മരിച്ചപ്പോഴത്തേക്ക് അപ്പോൾ അയാളൊക്കെ വിളിക്കുമായിരുന്നു, പൈസ അയച്ചു കൊടുത്തോളൂ. ഒരു 2-3 വർഷം കൂടുമ്പം വിളിയുമില്ല, മറ്റൊന്നുമില്ല. ഫോൺ വിളിച്ചാൽ എടുക്കുകയില്ല. ഫോണായിട്ട് സിമ്മിൻ്റെ മാറ്റിയത് എന്താണെന്ന് അറിയാൻ പാടില്ല. പൈസ കഴിക്കുമായിരുന്നു വീട്ടിലേക്ക്? നേരത്തെ പൈസ കഴിക്കുമായിരുന്നു, അമ്മയ്ക്കൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾക്കെല്ലാം കാശുകളെല്ലാം അയച്ചു. വേണ്ടതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ മാക്സിമം ഒക്കെ ഞങ്ങൾ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തു. പിന്നെ സ്ഥലത്ത് വരില്ല, നീ ബാംഗ്ലൂരിൽ നോക്കുമ്പോൾ കട്ടാക്കി പോകണം. പിന്നെ അതിന് ശേഷം വിളിച്ച പിന്നെ ഞാൻ എടുക്കില്ല, വീട്ടുകാരിപ്പോൾ നീ കിടന്നു പോയി എൻ്റെ ഭാര്യ പറഞ്ഞു. കാരണം ഒരിക്കലും വരണ പോലെയില്ല, നീ അവളെ വീട്ടുകാരിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ വരാത്ത കാര്യം എന്താണെന്ന് അറിഞ്ഞും കൊള്ളാം. ഞാൻ എന്നിട്ടും ഒരു ദിവസം വിളിച്ചപ്പം പറഞ്ഞു, നീ അവിടെ വല്ല വിഭാഗം വല്ല ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ കൊണ്ടുവന്നോ എന്നും. എന്നാലും ഒരു അനുഭവമില്ല. അങ്ങനെ ഇവിടെ പറഞ്ഞു. ഇവിടെ വേറെ പിന്നെ ബാധ്യതകളൊന്നുമില്ലല്ലോ, ഒരു ബാധ്യതയില്ല. ഗോപകുമാറിന് പശ്ചാത്താപമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദീർഘകാലം മാതാപിതാക്കളെ കാണാതെ കഴിഞ്ഞുകൂടുകയും അവരെ വേണ്ടതുപോലെ ശുശ്രൂഷിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തതിലുള്ള ഒരു മനോദുഃഖമാണോ വരാതിരിക്കാൻ കാരണം? അതോ വീട്ടുകാരറിയാതെ ഏർപ്പെട്ട വല്ല ബന്ധങ്ങളുമാണോ വിഘാതമായിട്ട് നിൽക്കുന്നത്? ഏക മകനായിരുന്നു ഗോപകുമാർ, ഏക മകൻ, അച്ഛൻ്റെയും അമ്മയുടെയും ഓമനപുത്രൻ, നാട്ടുകാരുടെ പ്രിയപ്പെട്ട മകൻ എന്നാണ് സുഹൃത്ത് പറയുന്നത്. എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു ഗോപകുമാർ. പക്ഷെ ഗോപകുമാർ എന്തുകൊണ്ട് ഇങ്ങനെ ഒളിച്ചോടിപ്പോയവനെ പോലെ, ഗ്രാമം നഷ്ടപ്പെട്ടവനെ പോലെ, വീടും കുടുംബവും ഉപേക്ഷിക്കപ്പെട്ടവനെ പോലെ നടന്നു എന്നുള്ളത് ഇന്നും ദുരൂഹമായിരിക്കുന്നു. നമ്മൾക്ക് പലപ്പോഴും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുമായാണ് പ്രവാസ ലോകത്തിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ യുക്തിക്ക് അപ്പുറത്തേക്കുള്ള എന്തോ ഒന്ന് നിലനിൽക്കുന്നു എന്ന് പലപ്പോഴും ഈ തിരോധാനങ്ങൾ, ഈ അപ്രത്യക്ഷമാവലുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ 15 വർഷമായിട്ടുള്ള ഈ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ നമ്മളുടെ യുക്തിക്കോ നമ്മളുടെ ബോധത്തിനോ അപ്പുറത്ത് വേറൊരു രീതിയിലുള്ള ഒന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഓരോ വ്യക്തിയിലും എന്നുള്ളതാണ്. ഗോപകുമാർ ഏക മകനായിരുന്നു, കടമുണ്ടായിരുന്നില്ല, അച്ഛനും അമ്മയും സ്നേഹമുള്ള ആളുകളായിരുന്നു, നാട് മുഴുവൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു, സുഹൃത്തുക്കളുണ്ടായിരുന്നു, അമ്മാവന്മാരുണ്ടായിരുന്നു. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്? ഇപ്പോൾ പുനഃപരിശോധന നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഗോപകുമാറിനും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം പോലെ, താൻ എന്തുകൊണ്ട് ഇത്രയും കാലം വീടും നാടും ഉപേക്ഷിച്ചു നിന്നു? എന്തു നേടി താൻ? എന്തു നേടി? ഇനിയിപ്പോൾ ഇവർ പറഞ്ഞ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് ശ്രുതിയുണ്ട് എന്ന് പറയാം. അതിനും വിരോധമുള്ള ആളുകളായിരുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു ഭാര്യയും മക്കളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും സ്വീകരിക്കാൻ ഇവർ തയ്യാറായിരുന്നു. മറ്റു ബാധ്യതകളൊന്നുമില്ലല്ലോ. അപ്പം അത് ഒരു കാരണമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ എനിക്കറിയാത്ത എന്തോ ഒരുപാട് കാരണങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുന്നു മനസ്സിൽ. മനുഷ്യരുടെ ജീവിതത്തിൽ അവർ സൂക്ഷിക്കുന്ന രഹസ്യങ്ങളൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റില്ലല്ലോ. ഗോപകുമാർ എന്ത് രഹസ്യമാണ് മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ളത് എന്നറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. പക്ഷേ ഒരിക്കലും അത് കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങളിൽ മാത്രം ഇരിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇവരുടെ അപേക്ഷ സ്വീകരിച്ച് നിങ്ങളൊന്ന് നാട്ടിൽ വരുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് കുറച്ച് സ്വത്തൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ? അതൊക്കെ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഏതായാലും നാട്ടിൽ വന്ന് നാട്ടുകാരൊക്കെ ഒന്ന് കണ്ടു പോകുന്നതല്ലേ നല്ലത്. എല്ലാവരും പോയിരിക്കുന്നു. വേണ്ടപ്പെട്ട 2 ആത്മാവുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു.
നിങ്ങളെ കാത്തിരുന്ന് കണ്ണീര് വറ്റി അമ്മയും അച്ഛനും വിട പറഞ്ഞു പോയി. ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ പ്രവാസ ലോകത്തിൽ വന്നില്ല? കാരണം ബഹ്റൈനിൽ ഞങ്ങൾക്ക് ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്ക് ഇപ്പോഴും സുശക്തമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബഹ്റൈനിലെ നിവാസികൾക്ക്, പ്രവാസ ലോകം പ്രവർത്തകർക്ക് തീർച്ചയായിട്ടും ഗോപകുമാറിനെ അന്വേഷിക്കാനുള്ള ബാധ്യതയുണ്ട്. ഗോപകുമാറിനെ ഒന്ന് കാണണം. നിങ്ങൾ ഗോപകുമാറിനെ കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഫോൺ നമ്പറൊക്കെ ഇതിൽ വയ്ക്കുന്നുണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഗോപകുമാറുമായി സംസാരിച്ച് എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് വരാനുള്ള ഒരു മനസ്സ് ഗോപകുമാറിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഞാൻ എത്ര കണ്ടാലും വിജയിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഗോപകുമാർ, നിങ്ങൾ തിരിച്ചു വരണം. ഞങ്ങൾക്ക് സന്തോഷമാണ്, നാട്ടുകാർക്ക് സന്തോഷമാണ്, അമ്മയുടെ അച്ഛൻ്റെയും ആത്മാവിന് സന്തോഷം. അതൊരു വലിയ കാര്യമാണ്. അത് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകൾ അമ്മയുടെയും അച്ഛൻ്റെയും ആത്മാവുകൾ പൊറുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിവരെ, നിങ്ങളെ തെരഞ്ഞു വന്ന ആളുകൾ, ബന്ധുക്കളും മിത്രാദികളും ഇപ്പോഴും നിങ്ങളോട് സ്നേഹം കാണിക്കുന്നു എന്ന് കണ്ടതിൽ സന്തോഷമുണ്ട്. അവരെ ഞാൻ സമാധാനിപ്പിക്കുന്നത് നിങ്ങളിൽ നിന്ന് അനുകൂലമായ ഒരു നിലപാടുണ്ടാകും എന്നുള്ള രീതിയിലാണ് ഇവരെ ഞാൻ പറഞ്ഞയക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്നാണ് രാജി എന്ന 62-കാരിക്ക് മലേഷ്യയിലേക്ക് ജോലി തേടി പോകേണ്ടി വന്നത്. ഒടുവിൽ ലഭിച്ചതോ വീട്ടുജോലി. മറ്റൊരാളുടെ വിഷമം മനസ്സിലാക്കാതെ ഇടനിലക്കാർ ഒരുക്കുന്ന ചതിക്കുഴികളിൽ ഇപ്പോഴും പാവങ്ങൾ അകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. രാജിയുടെ തിരിച്ചുവരവിന് മലേഷ്യയിലെ പ്രവാസലോകം പ്രവർത്തകർ സഹകരിക്കുമെന്ന ഉറപ്പിലാണ് ഈ ആഴ്ചയിലെ പ്രവാസലോകം അവസാനിക്കുന്നത്.